Hello guys, welcome to our channel. രണ്ടാം ദിവസം കൽപ്പറ്റയിൽ നിന്നും നേരെ എന്നൂർ ഗ്രാമത്തിലേക്ക് ഏകദേശം 24 കിലോമീറ്റർ അകലെയായാണ് എന്നൂർ ഗോത്ര പൈതൃക ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. എത്തിപ്പെട്ട സമയം ഞായറാഴ്ച ആയതുകൊണ്ടാണെന്നറിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. ടിക്കറ്റ് എടുത്ത് ജീപ്പിനായി കാത്തിരുന്നു. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മുകളിലായിട്ടാണ് ഈ എന്നൂർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടേക്ക് ജീപ്പിന് മാത്രമേ പ്രവേശനമുള്ളൂ. 50 രൂപ മുതിർന്ന ഒരാൾക്ക് ടിക്കറ്റിനും അതുപോലെ തന്നെ 40 രൂപ ജീപ്പിനും നൽകണം. ഏതായാലും പുതുകാഴ്ചകൾ ഒരുക്കി കാത്തിരിക്കുന്ന എന്നൂർ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. ഗോത്ര ജനതയുടെ പൈതൃകവും സംസ്കാരവും സംരക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. എന്നൂരിൽ നിന്നും താഴെ എത്തുമ്പോൾ തന്നെ സമയം 1 മണി കഴിഞ്ഞിരുന്നു. അടുത്തതായി നമ്മൾക്ക് പോകേണ്ട സ്ഥലം വ്യൂ പോയിൻ്റ് ആണ്. നമ്മളത് സ്കിപ്പ് ചെയ്തു, കാരണം ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് വീണ്ടും മാനന്തവാടി ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ഉച്ചഭക്ഷണവും കഴിഞ്ഞ് ഞങ്ങൾ നേരെ എത്തിച്ചേർന്നത് മാനന്തവാടിക്കടുത്തുള്ള നേച്ചർ ബ്ലിസ് ഫാം റിസോർട്ടിലേക്കാണ്. റബ്ബർ തോട്ടങ്ങൾക്കിടയിലും കാപ്പിത്തോട്ടങ്ങൾക്കിടയിലുമായി പണി കഴിപ്പിച്ച മനോഹരമായ റിസോർട്ടായിരുന്നു അത്. മനോഹരമായൊരു സ്വിമ്മിംഗ് പൂളും അവിടെ ഉണ്ടായിരുന്നു. ആരെയും ആകർഷിപ്പിക്കുന്ന എന്തോ ഒന്ന് അവിടെ കാണാൻ കഴിഞ്ഞു. ഇതന്നെയായാലും വളരെ മികച്ച അനുഭവമായിരുന്നു അവിടെ നിന്ന് ലഭിച്ചത്. അവിടുത്തെ സ്റ്റാഫിൻ്റെ ഇടപെടലായാലും വളരെ മികച്ചതായിരുന്നു. Do like, share and subscribe.